വെറും കൈകൊണ്ട് ഒരു സിംഹത്തെ കീറി മുറിച്ച മനുഷ്യൻ, ഒരു കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 ശത്രുക്കളെ വീഴ്ത്തിയ മഹാശക്തൻ, ദൈവത്തിന്റെ സ്വന്തം അഭിഷിക്തനായ ശംശോൻ. എന്നാൽ പ്രപഞ്ചത്തെ വിറപ്പിച്ച ആ മഹാശക്തൻ ഒടുവിൽ ഒരു സ്ത്രീയുടെ കെണിയിൽ വീണുപോയി. ആരായിരുന്നു ശംശോൻ? അവനെങ്ങനെയാണ് ആ മഹാശക്തി നഷ്ടപ്പെട്ടത്? നമുക്ക് നോക്കാം. ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്തോടുകൂടിയാണ് ശംശോൻ ജനിച്ചത്. അവന്റെ തലമുടി ഒരിക്കലും വെട്ടാൻ പാടില്ലായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. ആ മുടിയിലായിരുന്നു അമാനുഷികമായ ശക്തി ഒളിഞ്ഞിരുന്നത്. ഇസ്രായേൽ ജനതയെ ശത്രുക്കളായ ഫലസ്തീനിൽ നിന്ന് രക്ഷിക്കാൻ അവൻ ഒറ്റയാൾ പട്ടാളമായി പോരാടി. ശത്രുക്കൾ അവനെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ചപ്പോഴൊക്കെ വെറും നൂല് പോലെ അവൻ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞിരുന്നു. ശത്രുക്കൾ അവന് മുന്നിൽ ഭയന്നു വിറച്ചു. പക്ഷേ എത്ര വലിയ ശത്രുവിനും കീഴടങ്ങാത്ത ശംശോൻ ദലീല എന്ന സ്ത്രീയുടെ സൗന്ദര്യത്തിനു മുന്നിൽ വീണുപോയി. ശംശോന്റെ ശക്തി രഹസ്യം കണ്ടെത്താൻ ശത്രുക്കൾ ദലീലയ്ക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. അവർ സ്നേഹം അഭിനയിച്ച് ആ രഹസ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. 3 തവണ ശംശോൻ അവളെ തെറ്റായ രഹസ്യങ്ങൾ പറഞ്ഞു പറ്റിച്ചു. എന്നാൽ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ആ മഹാരഹസ്യം വെളിപ്പെടുത്തി. എന്റെ തലമുടി അത് വെട്ടിയാൽ എന്റെ ശക്തി എന്നിൽ നിന്നും ഇല്ലാതാകും. ആ രാത്രി ശംശോൻ അവളുടെ മടിയിൽ കിടന്നുറങ്ങിയപ്പോൾ ദലീല അവന്റെ തലമുടി പൂർണ്ണമായും ക്ഷൗരം ചെയ്തു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയിരുന്നു. ശക്തി നഷ്ടപ്പെട്ട അവനെ ശത്രുക്കൾ എളുപ്പത്തിൽ പിടികൂടി. അവർ അവന്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു. ചങ്ങലകളിൽ ബന്ധിച്ച് അവനെ തടവറയിലാക്കി. ഒരു മൃഗത്തെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. ഒരു കാലത്ത് പ്രപഞ്ചം ഭയന്നിരുന്ന മഹാനായകന് ഇന്ന് ഇരുട്ടറയിൽ വെറും ഒരു യാചകനായി മാറി. ദിവസങ്ങൾ കടന്നുപോയി. ശംശോന്റെ തലമുടി വീണ്ടും വളരാൻ തുടങ്ങി. ഒരു ദിവസം ഫിലിസ്ത്യർ അവരുടെ ദൈവത്തിന് നന്ദി പറയാൻ വലിയൊരു ഉത്സവം മേളം നടത്തി. അന്ധനായ ശംശോനെ പരിഹസിക്കാൻ അവർ അവനെ ആ വലിയ കൊട്ടാരത്തിന് നടുവിലേക്ക് കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആളുകൾ താഴെയുമായി മുകളിലുമായി അവനെ നോക്കി ചിരിച്ചു. തന്റെ ജീവിത അവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിയ ശംശോൻ ആ കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട 2 തൂണുകളിൽ കൈവച്ചു. അവന് ദൈവത്തോട് അവസാനമായ ഒരു പ്രാർത്ഥന നടത്തി. കർത്താവേ, ഈ ഒരു തവണ മാത്രം എനിക്ക് ശക്തി നൽകണമേ. അവൻ തന്റെ സർവശക്തിയുമെടുത്ത് ആ തൂണുകളെ തള്ളി മാറ്റി. ഒരു വലിയ ഭൂകമ്പം പോലെ ആ കൊട്ടാരം തകർന്നു വീണു. തന്റെ ജീവിതകാലത്ത് കൊന്നതിനേക്കാൾ കൂടുതൽ ശത്രുക്കളെ അവൻ ആ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കി. അവനും അവരോടൊപ്പം മരിച്ചു. കൂട്ടുകാരെ, ശംശോന്റെ കഥ നമുക്ക് വലിയൊരു പാഠം തരുന്നുണ്ട്. ദൈവം തന്ന കഴിവുകളെയും അനുഗ്രഹങ്ങളെയും നമ്മൾ തെറ്റായ വഴികൾ ഉപയോഗിച്ചാൽ അതിന്റെ തകർച്ച ഭയങ്കരമായിരിക്കും. എന്നാൽ വീണുപോയ അവസ്ഥയിലും ദൈവത്തിലേക്ക് തിരിച്ചാൽ അവൻ നമ്മെ വീണ്ടും ശക്തരാക്കും എന്നുള്ള ഒരു വലിയ ദൂത്